തിരുവനന്തപുരം ലോ അക്കാദമിയിൽ SFI ABVP സംഘർഷം. ഒരു SFI പ്രവർത്തകന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. ഒരു ABVP പ്രവർത്തകന്റെ നട്ടെല്ലിനും പരിക്കേറ്റവരെ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എന്തായിരുന്നു ഈ സംഘർഷത്തിന് കാരണം? വിജയകുമാർ, ഒരു മാസം മുൻപ് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ABVP പ്രവർത്തകർ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ABVP സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഈശ്വരപ്രസാദിനെ SFI പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. അത് ഈ പ്രതിഷേധത്തിനിടയിലായിരുന്നു ഈ SFI പ്രവർത്തകരും ഈ ABVPയുടെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാനിറങ്ങിയത്. അന്ന് ഈ ഈശ്വരപ്രസാദിനെ മർദ്ദിച്ചതിൻ്റെ പ്രതികാരമെന്നോണമാണ് ഇന്ന് ഈ ലോ അക്കാദമിയിൽ സംഘർഷമുണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഇന്ന് വൈകുന്നേരത്തോടുകൂടിയായിരുന്നു ഇവിടെ ABVP SFI പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയത്. അതിൽ ഒരു SFI പ്രവർത്തകന്റെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ABVP പ്രവർത്തകന്റെ നട്ടെല്ലിനും പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഈ രണ്ടുപേരെയും പരിക്കേറ്റവരെ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും മറ്റൊരാളെ മെഡിക്കൽ കോളേജിലുമായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ CPIM BJP സംഘർഷത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. അത് കൈതമുക്കിൽ BJP CPM സംഘർഷത്തിന്റെ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഈ ലോ അക്കാദമിയിലും ഒപ്പം തന്നെ കൈതമുക്കിലും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിജയകുമാർ, ഈ പരിക്കേറ്റ രണ്ട് പ്രവർത്തകർ, SFI ഒരു ABVP പ്രവർത്തകർ, രണ്ടുപേരുടെയും ആരോഗ്യനില എങ്ങനെ സലീമ? രണ്ടുപേരും മെഡിക്കൽ കോളേജിലാണോ അതോ താലൂക്ക് ആശുപത്രിയിലാണോ? വിജയകുമാർ, ഒരാൾ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത്. SFI പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുകൂടി അറിയിക്കുന്നുണ്ട്. ഒപ്പം ABVP പ്രവർത്തകന്റെ നട്ടെല്ലിനാണ് പരിക്കേറ്റത്. ABVP പ്രവർത്തകനെയാണ് പേരൂർക്കട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വിജയകുമാർ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.